ഇന്ന് മമ്മൂക്ക ഒരു കല്യാണത്തിന് ഒരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്ത ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വരാൻ തുടങ്ങി. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വയസ്സ് പറയാമോ, ഏജ് എത്രയായി, റിവേഴ്സ് ഏജിങ്, ഈ സാധനങ്ങളൊക്കെ വീണ്ടും ടൈറ്റിലായിട്ട് പ്രമുഖ ചാനലുകളിലടക്കം വരാൻ തുടങ്ങി. കുറേ കാലങ്ങളായിട്ട് നമ്മളിതിപ്പോൾ കാണുന്നുണ്ട്. മമ്മൂക്കാക്ക് വയസ്സാവുന്നില്ല, റിവേഴ്സ് ഏജിങ്, അങ്ങനെ മമ്മൂക്കാൻ്റെ കാറ്റഗറി ഇങ്ങനെ വരും. ആ ഒരു കൈൻഡ് ഓഫ് വീഡിയോസ് ഫോട്ടോസൊക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനിടയിൽ പിന്നെയും കുറേ പേര് വന്ന് കമൻ്റ് ഇടും, മേക്കപ്പാണ്, വിഗൂരി വന്നൂടെ, രജനീകാന്തിനെ പോലെ ആയിക്കൂടെ, പിന്നെ ഈ പറഞ്ഞ പോലെ പൈസ ഉണ്ട് അതുകൊണ്ട് പിന്നെ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ സുഖമാണ്. അങ്ങനെയൊക്കെ പല 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 ടൈപ്പ് കമൻറ്റുകളും കമൻറ്റ് ബോക്സിൽ വരും. ഓക്കെ, മമ്മൂക്ക, ലാലേട്ടൻ രണ്ടുപേരും രണ്ടുപേരും കുറവല്ല ഉള്ള കാര്യം പറയാം. ഇനി ഇതേപോലെ ഒരുപാട് ആക്ടേഴ്സ് ആൻഡ് ആക്ട്രസസ്മാർ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിലുണ്ട്. മലയാളത്തിലുണ്ട്, തമിഴിലുണ്ട്, ഹിന്ദിയിലുണ്ട്. ലോകത്ത് നിങ്ങൾ ഇനി എവിടെ വേണേ എടുത്തു നോക്കിക്കോ, പണ്ടത്തെ പോലെ അല്ലടി. കാരണം ടെക്നോളജി ഇമ്പ്രൂവ് ആവുന്നു, മെഡിക്കൽ ഫെസിലിറ്റീസ് ഇമ്പ്രൂവ് ആവുന്നു, പുതിയ പുതിയ ടെക്നോളജിയിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്നു. കോസ്മെറ്റോളജിയൊക്കെ അത്രയും അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് സർജറി ചെയ്യാം, ചുളിവ് മാറ്റാം, മുടി വെച്ച്, ഏറ്റവും വലിയ നിങ്ങൾ ആലോചിച്ച് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം, മുടി വെച്ച് പിടിപ്പിക്കാം, മുടി മാത്രമല്ല താടി അടക്കം എല്ലാം വെച്ച് പിടിപ്പിക്കാം. അങ്ങനത്തെ എന്തൊക്കെ ഫെസിലിറ്റീസ് വരുന്നു. ലോകം മുന്നോട്ട് പോകുമ്പോൾ, ടെക്നോളജി വളരുന്ന സമയത്ത് ഇതൊക്കെ ഇനി കുറച്ച് ഒന്നുമാണ് നിയർ ഫ്യൂച്ചർ, ഒരു 5-6 കൊല്ലത്തിനുള്ളിൽ നമുക്ക് ഒരു 40, 50, 60 വയസ്സുള്ള ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ ദേ ആർ 30s പോലെ തോന്നും നമുക്ക്. ആളുകൾ പൊതുവെ ഹെൽത്ത് കോൺഷ്യസ് ആണ്. ലാലേട്ടൻ, മമ്മൂക്ക അതൊന്നും വേണ്ട, എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആണ് ഇപ്പോൾ. പൈസ ഉള്ളവനും ഇല്ലാത്തവനൊന്നും നിങ്ങൾ നോക്കണ്ട, ആളുകൾ ഇനി യൂസ് ടു ആയി. ഇപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആണ്, വാരി വലിച്ച് തിന്നുന്നത് കുറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ കഴിക്കും ഒരു സ്റ്റേജിൽ, പിന്നെ അവർ ജിമ്മിൽ പോകും, മെയിൻറ്റെയിൻ ചെയ്യും. എല്ലാത്തിനും ക്വാളിറ്റി കൂടിക്കൊണ്ടിരിക്കില്ലേ, ഫുഡ് ക്വാളിറ്റി കൂടുന്നു, ഡ്രസ്സിങ്ങിൻ്റെ സെൻസ് മാറുന്നു, ക്വാളിറ്റി വൈസ് എല്ലാം ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ ഒരു നിയർ ഫ്യൂച്ചറിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, പണ്ട് 40, 50, 60 എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നേരെ വന്ന് കഷണ്ടി കയറി, എന്താ പറയുക, അങ്ങനെയൊക്കെയാവും. പക്ഷെ ഇനിയുള്ളൊരു 10 കൊല്ലം 15 കൊല്ലം കഴിഞ്ഞാലൊന്നും നമുക്ക് മനസ്സിലാവുകയില്ല. ആ രീതിയിൽ സാധാരണക്കാരടക്കം മാറും. കാരണം ആളുകൾ ഹെൽത്ത് ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യും. പ്ലസ് ഈ പറഞ്ഞ നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ വന്നിട്ടുണ്ടായ വ്യത്യാസങ്ങളും അങ്ങനത്തെയൊക്കെ ഓരോ സാധനങ്ങൾ വരുമ്പോൾ എല്ലാവരും മമ്മൂക്കേനെയും ലാലേട്ടനെയും പോലെയൊക്കെ തന്നെ ആവൂടി. പിന്നെ ഇപ്പോൾ ഈ വയസ്സ്, റിവേഴ്സ് ഏജിങ്, മറ്റത് മറിച്ചതെന്നൊന്നും പറഞ്ഞ് കളിക്കേണ്ട ആവശ്യമൊന്നും ഇവിടെ ആർക്കും വരില്ല. ഓക്കെ, അപ്പോൾ സ്വയം മെയിൻറ്റെയിൻ ചെയ്യുക. കാലം മാറുന്നതനുസരിച്ച് ഓരോ ടെക്നോളജി വരും. പൈസ ഉള്ളവൻ അത് അഡാപ്റ്റ് ചെയ്യുക, ഇല്ലാത്തവൻ പറ്റുന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോവുക. പിന്നെ ലാലേട്ടൻ്റെയും മമ്മൂക്കേൻ്റെയും കേസിൽ അവരൊരു സിനിമ കഴിഞ്ഞ് അടുത്ത സിനിമ കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ബ്രേക്ക് ചെയ്ത് ബാക്കി നടന്മാരെ പോലെ ഒരു സിനിമ കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞിട്ടല്ലോ അടുത്ത സിനിമ എടുക്കുന്നത്. ഒരു സിനിമേൻ്റെ സെറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ അടുത്ത സിനിമേൻ്റെ സെറ്റിൽ പോകുന്നു, അവിടുന്ന് അടുത്ത സിനിമേൻ്റെ സെറ്റിൽ പോകുന്നു. സോ അവർക്ക് ഈ പറഞ്ഞ രീതിയിൽ അവരുടെ ലുക്സ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അവർ ആ ലുക്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ടേ പുറത്ത് വരൂ. അവരുടെ ഇഷ്ടമാണ്. വീണ്ടും അവിടെ പോയിട്ട് 70 ആയില്ലേ, 80 ആയില്ലേ, അങ്ങനെ നടന്നാൽ പോരി. എന്തോന്നിന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്ക്. മാറുന്ന ലോകത്തിനനുസരിച്ച് മാറാനും നോക്കിയാൽ മതി. സിമ്പിളാണ്.